നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡ്രഗ്സ് ആക്ടിംഗ് ഓൺ CVSന്റെ പാർട്ട് 2 ആണ്. ഇതിൽ നമ്മൾ നോക്കുന്നത് ആന്റി ആൻജൈനൽ ഡ്രഗ്സ് ആണ്. അപ്പൊ എന്താണ് ആൻജൈന പെക്ടോറിസിസ് എന്ന് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ഇറ്റ് ഇസ് എ ക്ലിനിക്കൽ സിൻഡ്രം ആണ് അല്ലെ. ക്യാരക്ടറൈസ്ഡ് ബൈ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ നമ്മുടെ കാർഡിക് അല്ലെങ്കിൽ ചെസ്റ്റ് റീജിയനിൽ നല്ല പെയിനും ഡിസ്കംഫേർട്ടും ഉണ്ടാവും. അതിന് റീസൺ എന്താന്ന് വെച്ചാൽ നമ്മുടെ കാർഡിക് സെൽസിൽ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടാതെ വരും. അപ്പൊ എന്ത് സംഭവിക്കും? നന്നായിട്ട് നെഞ്ചുവേദന വരുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ആൻജൈന പെക്ടോറിസ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ വിഗ്രസ് ആയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. നമ്മളൊന്ന് റിലീഫ് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് റിലീഫ് ആകാറുമുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ നാവിന്റെ താഴെ സബ്ലിംഗലി നമ്മൾ നൈട്രോഗ്ലിസറിൻ ഇട്ട് കൊടുക്കാറുണ്ട്. അതിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മാറാറുണ്ട്. അപ്പൊ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ആൻജൈന പെക്ടോറിസ് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഒക്കർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഹാർട്ടിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ കിട്ടുന്നില്ല. അതുകൊണ്ട് ഹാർട്ടിന് എന്ത് കിട്ടുന്നില്ല? ഹാർട്ടിന് ഓക്സിജൻ കിട്ടാതെ വരും അല്ലെ. അപ്പൊ ഹാർട്ട് സെൽസ് നശിക്കുന്ന അവസ്ഥയിലാണ് ഈ പെയിൻ ഭയങ്കരമായിട്ട് വരിക. ഈ മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഹാർട്ടിന് എത്ര ഓക്സിജൻ വേണം എന്നുള്ളത് പ്രീ ലോഡ്, ആഫ്റ്റർ ലോഡ്, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. ഇനി നമ്മള് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ അതിനു മുമ്പ് ഈ നമ്മുടെ ആൻജൈനയുടെ ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ അത്രോസ്ക്ലിറോട്ടിക് ആൻജൈന അല്ലെങ്കിൽ ക്ലാസിക് ആൻജൈന എന്ന് പറഞ്ഞിട്ട് ആൻജൈന ഓഫ് എഫോർട്ട് ഉണ്ട്. പിന്നെ ഒരു കണ്ടീഷൻ നമ്മുടെ പ്രിൻസ്മെറ്റാൽ ആൻജൈന എന്ന് പറയും. അത് വേരിയന്റ് ആൻജൈന നമ്മൾ വിളിക്കാറുണ്ട്. വാസോസ്പാസ്റ്റിക് ആൻജൈന എന്ന് പറയാറുണ്ട്. പിന്നെ ഒരു കണ്ടീഷൻ അൺസ്റ്റേബിൾ ആൻജൈന. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൻജൈന ഉണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഡിറ്റർമിനൻസ് ഓഫ് മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെ. നമ്മുടെ മയോകാർഡിയൽ ഓക്സിജൻ കൺസപ്ഷൻ എപ്പോഴാണ് കൂടുതൽ വേണ്ടി വരുന്നത്? വാളിൽ സ്ട്രെസ് വരുമ്പോ, അല്ലെങ്കിൽ വെൻട്രിക്കിളിന്റെ അകത്തുള്ള പ്രഷർ ഭയങ്കരമായിട്ട് കൂടുമ്പോ, വെൻട്രിക്കിളിന്റെ റേഡിയസിൽ വ്യത്യാസം വരുമ്പോ, വാൾ തിക്ക് ആകുമ്പോ, ഹാർട്ട് റേറ്റിൽ വ്യത്യാസം വരുമ്പോ, ഭയങ്കരമായിട്ട് കോൺട്രാക്ഷൻ സംഭവിക്കുമ്പോ, ഈ കണ്ടീഷനിലൊക്കെയാണ് കൂടുതലും എന്ത് വേണ്ടി വരുന്നത്? ഓക്സിജൻ വേണ്ടി വരുന്നത് അല്ലെ. മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നത്. അപ്പൊ സ്മൂത്ത് മസിൽ കോൺട്രാക്ഷനും റിലാക്സേഷനും ശരിക്കും പറഞ്ഞാൽ മീഡിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം സൈക്ലിക് GMPയുടെ കോൺസെൻട്രേഷൻ കൂടിയാൽ അത് എന്ത് ചെയ്യും? നമ്മുടെ മയോസിൻ ലൈറ്റ് ചെയിൻസ് ഉണ്ട്, അതുപോലെ നൈട്രിക് ഓക്സൈഡിനൊക്കെ ഡീഫോസ്ഫോറിലേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ സെല്ലിന്റെ അകത്തുള്ള കാൽഷ്യം ലെവൽ കുറയ്ക്കും. എന്നിട്ട് ഡീപോളറൈസേഷൻ എന്ത് ചെയ്യും? സ്റ്റെബിലൈസ് ചെയ്തിട്ട് പ്രിവെന്റ് ചെയ്യും. എന്നിട്ട് CMPയുടെ കോൺസെൻട്രേഷൻ കൂട്ടും. CMPയുടെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കോൺട്രാക്ഷൻ റിലാക്സേഷൻ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്നാ പറയുന്നത്. CMP മസ്കുലർ മസിലിന്റെ കോൺട്രാക്ഷൻ കൂടുമ്പോൾ അത് മയോസിൻ ലൈറ്റ് ചെയിന്റെ ഇനാക്ടിവേഷൻ കൂട്ടും. ഇനി നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആൻജൈന പെക്ടോറിസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത് ഓർഗാനിക് നൈട്രേറ്റ്സ് അല്ലെങ്കിൽ നൈട്രേറ്റ്സ് ആണ്. അതിൽ നൈട്രൈറ്റ്സിൽ വരുന്നതാണ് സോഡിയം നൈട്രേറ്റ്, അമൈൽ നൈട്രേറ്റ്, ഒക്ടൈൽ നൈട്രേറ്റ്. നൈട്രേറ്റ്സിൽ വരുന്നതാണ് ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ്, ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റ്, ഐസോസോർബൈഡ് മോണോനൈട്രേറ്റ്. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിൽ വരുന്നതാണ് നിഫിഡിപ്പിൻ, വെറാപാമിൽ, ഡിൽറ്റിയാസം എന്ന് പറയുന്നത്. ബീറ്റ അഡ്രിനോറിസെപ്റ്റർ ബ്ലോക്കേഴ്സിൽ വരുന്നതാണ് അറ്റിനലോൾ, പ്രൊപ്രാനലോൾ, ഓക്സിപ്രനോൾ എന്നൊക്കെ പറയുന്നത്. സാൻഡീസിൽ വരുന്നതാണ് തിയോഫിലിൻ, അമിനോഫിലിൻ. മിസലേനിയസ് ആണ് ഡൈപിറബിനോൾ എന്ന് പറയുന്നത്. ഇനി ഡ്രഗ്സ് അല്ലെങ്കിൽ ഡ്രഗ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇൻവെസ്റ്റിഗേഷനിൽ കുറച്ച് ഡ്രഗ്സ് ഉണ്ട് ആൻജൈനയ്ക്ക്. അതാണ് മെറ്റബോളിക് മോഡുലേറ്റേഴ്സ്, റെനോലോക്സിൻ വരുന്നത്. ഡയറക്റ്റ് ആയിട്ട് ബ്രാഡികാർഡിക് ഏജന്റ്സ് എന്ന് പറയുന്ന ഇവാബ്രാഡിൻ, പൊട്ടാസ്യം ചാനൽ ആക്ടിവേറ്റർ ആയിട്ടുള്ള നിക്കോറാൻഡിൽ, റോകൈനേസ് ഇൻഹിബിറ്റർ വാസോഡിൽ, സൾഫണൈൽ യൂറിയാസ് ക്ലൈബൻക്ലാമൈഡ്, തയസോളിഡിനോൺസ് അല്ലെങ്കിൽ ഗ്ലിറ്റസോൺസ്, നൈട്രിക് ഓക്സൈഡ് ഡോണേഴ്സ് ആയിട്ടുള്ള L-ആർജിനിൻ, കാപ്സിസിൻ, അമിലോറൈഡ് ഒക്കെ എന്ത് നടക്കുന്നതാണ്? ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതാണ്. ഓർഗാനിക് നൈട്രേറ്റ്സിനെ പറ്റിയാണ് കൂടുതൽ നമ്മൾ പറയേണ്ടത്. ഓർഗാനിക് നൈട്രേറ്റ്സ് നമ്മൾ ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ആക്ടിംഗ് ആണ്. ഓറലി കൊടുക്കുമ്പോൾ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ സബ്ലിംഗലി ആണ് കൊടുക്കാറ് അല്ലെ. നമ്മൾ ടങ്കിന് അടിയിൽ വെച്ചിട്ട് സബ്ലിംഗലി ആണ് കൊടുക്കാറ്. 500 mg ടാബ്ലറ്റ് പെർ ഡേ ആണ്. ഓൺസെറ്റ് എന്ന് പറയുന്നത് ഒരു 15 to 30 മിനിറ്റ്സിനുള്ളിൽ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ തരും. ഏകദേശം 30 മിനിറ്റ് വരെ ആക്ഷൻ നിൽക്കും. അക്യൂട്ട് അറ്റാക്കിന്റെ കേസിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്.
ഡൈ ആൻഡ് മോണോനൈട്രേറ്റ്സ് ലോങ് ആക്ടിംഗ് ആണ് ഐസോസോർബൈഡ്. അത് ഓറലി കൊടുക്കാൻ പറ്റും. കുറച്ചും കൂടി സിസ്റ്റമിക് അവൈലബിലിറ്റി കൂടുതലാണ്. പ്രൊഫൈലാക്സിന്റെ കേസിലൊക്കെയാണ് നമ്മൾ കൊടുക്കാറ്. മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുകയാണെങ്കിൽ സ്മൂത്ത് മസിൽസ് റിലാക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഓർഗാനിക് നൈട്രേറ്റ്സിന്റെ ഡീനൈട്രേഷൻ ഉണ്ടാവും, എന്നിട്ട് ഇനോർഗാനിക് ആയിട്ട് മാറും. ഈ ഇനോർഗാനിക് നൈട്രേറ്റ്സ് നൈട്രിക് ഓക്സൈഡിനെ എൻഡോത്തീലിയൽ ഡിറൈവ്ഡ് റിലാക്സേഷൻ ഫാക്ടർ ഉണ്ടല്ലോ അതിനെ അതായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഗ്വാനൈൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യും, CGMB ആക്ടിവേറ്റ് ചെയ്യും. ഇൻട്രാസെല്ലുലാർ കാൽഷ്യം കോൺസെൻട്രേഷൻ കുറച്ചിട്ട് വാസ്കുലർ സ്മൂത്ത് മസിൽസിനെ എന്ത് ചെയ്യും, റിലാക്സ് ചെയ്യിപ്പിക്കും. അതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുന്നത്. നൈട്രേറ്റ്സ് എൻഡോത്തീലിയൽ സെൽസിൽ നൈട്രിക് ഓക്സൈഡ് ആയിട്ട് മാറിയിട്ട് ഗ്വാനൈൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യും, CGMB കോൺസെൻട്രേഷൻ കൂട്ടിയിട്ട് റിലാക്സേഷൻ ഉണ്ടാക്കും, വാസ്കുലർ സ്മൂത്ത് മസിൽ റിലാക്സേഷൻ ഉണ്ടാക്കും. ഫാർമക്കോളജിക്കൽ ആക്ഷൻ പറയുകയാണെങ്കിൽ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ വീനസ് ഡയലേറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രീലോഡ് കുറയും, ആഫ്റ്റർ ലോഡും കുറയും. അതായത് വാസോ ഡയലേഷൻ ജനറലൈസ്ഡ് ആയിട്ടുള്ളതുകൊണ്ട് ആഫ്റ്റർ ലോഡും കുറയും. പിന്നെ കൊറോണറി ആർട്ടറിയെ ഡയലേറ്റ് ചെയ്യും, ബ്ലഡ് ഫ്ലോ, ഇക്ഷീമിയ, ബ്ലഡ് എത്താത്ത സ്ഥലങ്ങളിലേക്കുള്ള ബ്ലഡ് ഫ്ലോ എൻഹാൻസ് ചെയ്യിപ്പിക്കും. പിന്നെ അത് പറയുകയാണെങ്കിൽ ബ്രോങ്കൽ സ്മൂത്ത് മസിലിലെ റിലാക്സേഷൻ, അതുപോലെ നമ്മുടെ GIT സ്മൂത്ത് മസിലിലെ റിലാക്സേഷൻ, മോട്ടിലിറ്റി കുറയ്ക്കും. അതുപോലെ തന്നെ ബൈലറി ട്രാക്റ്റിന്റെ റിലാക്സേഷൻ, യൂട്രസിന്റെ ഒക്കെ റിലാക്സേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഉപയോഗിക്കുന്നത് ആൻസൈന പെക്ടോറസിനും CHF, മയോകാർഡിയൽ ഇൻഫാക്ഷന്റെ കേസിലൊക്കെയാണ്. ഓർഗാനിക് നൈട്രേറ്റ്സിന് ADR ഉണ്ട്. നമ്മുടെ ഫേസിലെ ബ്ലഡ് ഫ്ലോ ഭയങ്കരമായിട്ട് കൂടും. പിന്നെ ഭയങ്കര നല്ല ഹെഡേക്ക് ഉണ്ടാവും, പോസ്റ്ററൽ ഹൈപ്പർടെൻഷൻ ഉണ്ടാവും, സിങ്കോപ്പ് കണ്ടീഷൻ ഉണ്ടാവും, നൈട്രേറ്റ് ടോളറൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഇത് ഓർഗാനിക് നൈട്രേറ്റ് ഇൻടോളറന്റ് ആയിട്ടുള്ള പേഷ്യൻസിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ നല്ല അനീമിയ ഉള്ള പേഷ്യന്റിൽ, ഇൻട്രാക്രേനിയൽ പ്രഷർ ഒരുപാടുള്ള പേഷ്യൻസിൽ, ഗ്ലോക്കോമ ഉള്ള പേഷ്യൻസിൽ, മൈഗ്രെയിൻ ഉള്ള പേഷ്യൻസിൽ എല്ലാം എന്താണ്, കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ടോളറൻസ് എന്താണെന്ന് വെച്ചാൽ ലോങ് ടേം ഒരുപാട് നാളത്തേക്ക് നൈട്രേറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നീട് നമ്മൾ നോർമൽ ഡോസിൽ യൂസ് ചെയ്താലും എഫക്റ്റ് കിട്ടാതെ വരും, അല്ലെങ്കിൽ പാർഷ്യൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ബെനിഫിറ്റ് ലോസ് ആയിട്ട് വരും. അങ്ങനെ വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്, നൈട്രേറ്റ് ടോളറൻസ് എന്ന് പറയുന്നത്. ഈ മെക്കാനിസം എന്ന് പറയാൻ കാരണം CGMBയുടെ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ട് വാസ്കുലർ സ്മൂത്ത് മസിൽസിൽ CGMB പ്രൊഡക്ഷൻ കുറയുന്നതാണ് ഇതിന് കാരണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഒരു നൈട്രേറ്റ് ഫ്രീ പീരീഡ് 1 to 2 hours എല്ലാ 24 hours-ലും 1 to 2 hours നൈട്രേറ്റ് ഫ്രീ പീരീഡ് കൊടുത്തിട്ട് നമുക്ക് ഈ ടക്കിഫൈലാക്സിസ് ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ആൻസൈനയ്ക്ക് യൂസ് ചെയ്യുന്ന ഡ്രഗ്സസ്. അതിൽ മെയിൻ ആയിട്ട് നൈട്രേറ്റ്സ് നോക്കി, ബാക്കിയൊക്കെ കോമൺ നമ്മൾ നേരത്തെ കണ്ട ഡ്രഗ്സ് തന്നെയാണ്. ഇനി അരിത്മിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്, അതിന് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് നോക്കാം. ആന്റി അരിത്മിക് ഡ്രഗ്സ് ഉണ്ട്. കാർഡിയക് അരിത്മിയ എന്ന് പറഞ്ഞാല് എന്താണ്, നമ്മുടെ റേറ്റ് അല്ലെങ്കിൽ കാർഡിയക് സെൽസിന്റെ ഋതത്തിന് ഡാമേജ് വരിക, എന്നിട്ട് കാർഡിയക് അരിത്മിയ വരുന്ന കണ്ടീഷനാണ് നമ്മൾ കാർഡിയക് അരിത്മിയ എന്ന് പറയുന്നത്. അതിലെന്താണ്, ഡീപോളറൈസേഷൻ ഉണ്ട് അല്ലെ. കാർഡിയക് അരിത്മിയയില് കണ്ടിന്യൂസ് ആയിട്ട് ഡീപോളറൈസേഷൻ ഉണ്ട്, എന്നിട്ട് നമ്മുടെ ഇമ്പൾസ് വരുന്നത് അബ്നോർമൽ ആകും, റേറ്റ് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ റെഗുലാരിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും, ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും, ഹാർട്ടിലൂടെയുള്ള കണ്ടക്ഷൻ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ ആന്റി അരിത്മിയ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പോയിന്റ് ഓർത്തിരിക്കണം, ഡിഫറെന്റ് ഫേസസ് ഉണ്ട്. ആക്ഷൻ പൊട്ടൻഷ്യൽ പേസ് മേക്കർ ഓഫ് സെൽസിന് 5 ഫേസസ് നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഫേസ് 0 എന്ന് പറയുന്നത് ഡീപോളറൈസേഷൻ ഫേസ് ആണ്. നമ്മള് ഫേസ് 1 to 3 എന്ന് പറയുന്നത് റീപോളറൈസേഷനും, ഫേസ് 4 ഒരു റെസ്റ്റിംഗ് ഫേസും, പിന്നെ സ്പോണ്ടേനിയസ് ഡീപോളറൈസേഷൻ ഇല്ലാത്ത ഒരു റെസ്റ്റിംഗ് ഫേസും ആണ്. ഇത്രയും ഫേസ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ ഈ ഓരോ ഫേസിൽ ആക്ട് ചെയ്യുന്നതാണ് ഓരോ ഡ്രഗ്സ്. ഫേസ് 0-ൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റാപ്പിഡ് ഡീപോളറൈസേഷൻ ആണ്. കാർഡിയക് മസിൽസിൽ എന്നാലും സെൽസിൽ എന്താ സംഭവിക്കുന്നത്, വോൾട്ടേജ് കേട്ടിട്ട് സോഡിയം ചാനലൊക്കെ ഓപ്പൺ ആവും, സോഡിയം സെല്ലിന്റെ അകത്ത് ഭയങ്കരമായിട്ട് കയറും. അപ്പൊ എന്ത് സംഭവിക്കും, ഓൾറെഡി റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ -17 MV ആണ്, അത് കൺവേർട്ട് ചെയ്തിട്ട് +50 MV ആവും, ഡീപോളറൈസേഷൻ നടക്കും. വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസ് ഫാസ്റ്റർ ദാൻ കാൽഷ്യം ചാനൽസ് ആണ്. അതുകൊണ്ട് വാട്ട് ഹാപ്പൻസ്, ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ സ്റ്റീപ്പ് അപ്സ്ട്രോക്ക് ഉണ്ടാവും, സ്റ്റീപ്പ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഫേസ് 1-ൽ വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, പ്രീവിയസ്ലി ഓപ്പൺ ആയിട്ടുള്ള നമ്മുടെ വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസ് ഇനാക്ടിവേറ്റഡ് ആവും, എന്നിട്ട് പൊട്ടാസ്യം കറന്റ് ആക്ടിവേറ്റഡ് ആവും.
അപ്പൊ പൊട്ടാസ്യം പുറത്തേക്ക് പോകും. അപ്പൊ എന്ത് സംഭവിക്കും? മെംബ്രെയിൻ പൊട്ടൻഷ്യൽ കുറച്ചങ്ങോട്ട് കുറയും. എന്നിട്ട് ഫേസ് 2 ആകും. ഫേസ് 2 ഒരു പ്ലാറ്റ്യൂ ഫേസ് ആണ്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് കാൽഷ്യം സെല്ലിന്റെ അകത്തേക്ക് ചേരും. കാൽഷ്യം ചാനൽസ് ഓപ്പൺ ആവുമ്പോൾ എന്നിട്ട് ഈ കാൽഷ്യം എന്ത് ചെയ്യും? പൊട്ടാസ്യം പുറത്ത് പോകുന്നതിനെ ബാലൻസ് ചെയ്തിട്ട് ഒരു പ്ലാറ്റ്യൂ കണ്ടീഷൻ ഉണ്ടാവും. ഓക്കെ, ഒരു 50 MV ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു പ്ലാറ്റ്യൂ കണ്ടീഷൻ ഉണ്ടാവും. ഇത് റിഫ്രാക്ടറി പീരീഡിന് ആവശ്യമാണ്. അതായത് റിഫ്രാക്ടറി പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യലും ജനറേറ്റ് ചെയ്യാത്ത സമയത്തിനെയാണ് നമ്മൾ റിഫ്രാക്ടറി പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? കാൽഷ്യത്തിന്റെ ഇൻഫ്ലക്സ് ഉണ്ട്, എന്നിട്ട് കാൽഷ്യം റിലീസ് ഉണ്ട് വെർട്ടിക്കുലത്തേനും അതൊക്കെ ഉണ്ടായിട്ട് മസിൽ കോൺട്രാക്ഷൻ സംഭവിക്കും. പുതിയ ആക്ഷൻ പൊട്ടൻഷ്യൽ ഒന്നും ഇവിടെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അബ്സല്യൂട്ട് റിഫ്രാക്ടറി പീരീഡ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഫേസ് 3 കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? ഒരു ഫേസ് 4 റീപോളറൈസേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. പൊട്ടാസ്യം പുറത്തേക്ക് പോകും. എന്ത് സംഭവിക്കും? റാപ്പിഡ് ഡിലേഡ് റെക്ടിഫയർ പൊട്ടാസ്യം ചാനൽസ് ഓപ്പൺ ആവും. എന്നിട്ട് വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽസ് ക്ലോസ്ഡ് ആകും. അപ്പൊ റീപോളറൈസേഷൻ ഉണ്ടാവും. ഇത്രയുമാണ് കാർഡിയക് മസിൽസിൽ നടക്കുന്ന പൊട്ടൻഷ്യൽ വേരിയേഷൻസ്. ഈ ഓരോ ഫേസിൽ ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഡ്രഗ്സ് എന്ന് പറയുന്നത്. നമ്മൾ ബൊൻഹാം വില്യംസ് ക്ലാസിഫിക്കേഷൻ ഒന്ന് പഠിച്ചു വെക്കണം. അത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസിഫിക്കേഷൻ. അതിൽ സബ് ക്ലാസ് 1ന് തന്നെ 1A 1B 1C ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസ് 2 ഡ്രഗ്സ്, ക്ലാസ് 3 ഡ്രഗ്സ്, 4 അതേഴ്സ്, ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. BW ക്ലാസിഫിക്കേഷൻ ആണ് ആന്റി അർത്തമിക് ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അതിൽ സബ് ക്ലാസ് 1 1A എന്ന് പറയുന്നത് സോഡിയത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന ഏജൻസ് ആണ്. ഫേസ് 0 അവർ ആക്ട് ചെയ്യുന്നത്. കണ്ടക്ഷൻ കുറയ്ക്കും. അങ്ങനെ വരുമ്പോൾ ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുന്നതിനെ കുറച്ചിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ ഒക്കെ കൂട്ടും. ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെ ഭയങ്കരമായിട്ട് കുറയ്ക്കും. പിന്നീട് പ്രൊക്കൈനമൈഡ് ഒക്കെയാണ് എക്സാമ്പിള്. 1B മിനിമം സോഡിയം ബ്ലോക്ക് ആണ്. ഫേസ് 0 തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. കണ്ടക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഫേസ് 3 റീപോളറൈസേഷൻ ഫേസിനെയും എഫക്ട് ചെയ്യാറുണ്ട്. 1B വരുന്നതാണ് ലിഡോക്കെയിൻ ഫെനിറ്റോൺ ഒക്കെ. 1C വരുന്നതാണ് മാർക്ഡ് ആയിട്ട് സോഡിയത്തിനെ ബ്ലോക്ക് ചെയ്യുന്നത്. ഫേസ് 0 ബ്ലോക്ക് ചെയ്യുന്നത് കണ്ടക്ഷൻ സ്ലോ ചെയ്യും. നമ്മുടെ റീപോളറൈസേഷനോ അല്ലെങ്കിൽ വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവത്തില്ല. ഇതിലേക്ക് സോഡിയം ചാനൽസിനെ സപ്രസ് ചെയ്യുന്നത് കൂടും. ഇൻക്രീസ് സപ്രഷൻ ഓഫ് സോഡിയം ചാനൽസ്. അതിൽ വരുന്നതാണ് ഫ്ലിക്കനൈഡും എക്കനൈഡും. ക്ലാസ് 2 വരുന്ന ബീറ്റ ബ്ലോക്കേഴ്സ് അവര് അഡ്രിനർജിക് ഇൻപുട്ട് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് റോൾസ് ഒന്നുമില്ല. സപ്രസ് ഫേസ് 4 റീപോളറൈസേഷൻ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ക്ലാസ് 3 എടുക്കുകയാണെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ട് റീപോളറൈസേഷൻ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് പീരീഡ് ഉണ്ടാക്കും. അവരെന്താണ് ചെയ്യുന്നത്? സോഡിയത്തിനെ ബ്ലോക്ക് ചെയ്യും. പൊട്ടാസ്യം ചാനൽസിനെ എഫക്ട് ചെയ്തിട്ട് അമിയോഡോറോൺ ഇബിറ്റുഡൈഡ് ഒക്കെയാണ് എക്സാമ്പിൾസ്. ക്ലാസ് 4 വരുന്ന നമ്മുടെ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ്. അവരെങ്ങനെയാണ്? സ്ലോ കണ്ടക്ഷൻ ആണ്. എഫക്റ്റീവ് റിഫ്രാക്റ്റീവ് പീരീഡ് കൂട്ടും. എന്നിട്ട് നോർമൽ ടിഷ്യൂല് AV നോഡിലേക്കുള്ള കണ്ടക്ഷൻ ഒക്കെ റെഗുലേറ്റ് ചെയ്യും. പിന്നെന്താണ്? ഡീപോളറൈസ് ടിഷ്യൂവില് കാൽഷ്യം ഡിപ്പെൻഡന്റ് സ്ലോ റെസ്പോൺസ് തരും. ഫോർ എക്സാമ്പിൾ ആർട്ടറി, നമ്മുടെ വെൻട്രിക്കൽസ്, അതുപോലെ പർക്കിൻജി ഫൈബ്രോസിലൊക്കെ കണ്ടക്ഷൻ സ്ലോ ആയിട്ട് നടക്കും. വെറാപാമിൽ ഡെൽറ്റിയാസ് ആണ് എക്സാമ്പിള്. ഇത് കൂടാതെ വേറെ എക്സാമ്പിൾസ് ഉണ്ട്. അതേഴ്സിൽ വരുന്നതാണ് അഡിനോസിൻ, ഡിജോക്സിൻ, ആന്റികൊയാഗുലൻസ്, അതുപോലെ തന്നെ ANS ഏജൻസ്. ഇതൊക്കെ ഡിഫറെന്റ് അതർ ഏജൻസ് ആണ്. ഇനി BW ക്ലാസിഫിക്കേഷനിൽ ക്ലാസ് 1 വരുന്നതാണ് സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ്. അതിൽ ക്വിനിഡിൻ, പ്രൊക്കൈനമൈഡ്, ഡിസോപ്രൈറമൈഡ് ഉണ്ട്. ആക്ഷൻ എന്ന് പറയുന്നത് മെംബ്രെയിൻ സ്റ്റെബിലൈസ് ചെയ്യും അല്ലെ, ആക്ഷൻ പൊട്ടൻഷ്യലിനൊക്കെ സ്റ്റെബിലൈസ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇല്ലാതെ വരുന്ന ആ ഒരു പീരീഡ് അതിനെ പ്രൊലോങ് ചെയ്യിപ്പിക്കും. കാരണം അബ്നോർമൽ ആയിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ വരുന്നതുകൊണ്ടാണല്ലോ അർത്തമിയ കണ്ടീഷൻ വരുന്നത്. അപ്പൊ അതിനെ പ്രൊലോങ് ചെയ്യിപ്പിക്കും. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ്? പ്രൊലോങ്ഡ് ആയിട്ട് വരും. അതായത് ഫ്രീക്വൻസി ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നതിന് കുറയ്ക്കുക ചെയ്യുന്നത്. ഗ്രൂപ്പ് ബി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലിഡോക്കെയിൻ, മെക്സിലിറ്റിൻ, ടൊക്കാനമൈഡ്, ഫെനിറ്റോണിൻ, അതിനും മെംബ്രെയിൻ സ്റ്റെബിലൈസിങ് ആക്ഷൻ ആണ്. റിഫ്രാക്റ്റീവ് പീരീഡ് ഷോർട്ട് ടേൺ ചെയ്യും. അതുപോലെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഒന്നിനെ ഷോർട്ട് ടേൺ ചെയ്യും, ചെറുതാക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഗ്രൂപ്പ് സി ആണെങ്കിൽ ഫ്ലിക്കനൈഡും എക്കനൈഡും ആണ്. അതും മെംബ്രെയിൻ സ്റ്റെബിലൈസിങ് ആക്ഷൻ ആണ്. പ്രത്യേകിച്ച് ആക്ഷൻ പൊട്ടൻഷ്യലിൽ വലിയ ആക്ഷൻ ഒന്നും ഇല്ല. ബീറ്റ ബ്ലോക്കേഴ്സ് എന്താണ് ചെയ്യുന്നത്? കാറ്റക്കോളാമിന്റെ ആക്ഷൻ കൗണ്ടറാക്ട് ചെയ്യുക ചെയ്യുന്നത്. പ്രൊപ്രാനലോൾ, അറ്റിനലോൾ, മെറ്റപ്രലോൾ, സോർട്ടലോൾ ഒക്കെയാണ് ഉദാഹരണം.
അബ്നോർമൽ ആയിട്ടുള്ള ഫയറിങ് ഇല്ലാതാക്കും, അതുപോലെ കോൺട്രാക്ടൈലിറ്റി ഇല്ലാതാക്കും, അതുപോലെ എന്താണ് AV റിഫ്രാക്റ്റീവ് ആ പീരീഡ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 3 ഡ്രഗ്സ് റീപോളറൈസേഷൻ പ്രൊലോങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അമിയോഡറം റെറ്റിലിയം ഒക്കെയാണ് എക്സാമ്പിൾ. അത് കൂടാതെ റിഫ്രാക്ടറി പീരീഡും കൂട്ടും, ആക്ഷൻ പൊട്ടൻഷ്യൽ കുറെ നേരം നിൽക്കും, പിന്നെ ഫ്രീക്വൻസി ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ കുറയ്ക്കും, റീ എൻട്രി റിതം അതിനെ പ്രിവെന്റ് ചെയ്തിട്ട് ആർത്തമിയ പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലാസ് 4 ഡ്രഗ്സ് എടുക്കുകയാണെങ്കിൽ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, വെറപ്പാമിൽ, ഡിൽറ്റിയാസം. അതെന്താണ് ചെയ്യുന്നത്? സ്ലോ കാൽഷ്യം ചാനൽസിനെ ഇൻഹിബിറ്റ് ചെയ്യും, അതുപോലെ തന്നെ AV നോഡിന്റെ കോൺട്രാക്ടൈലിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ക്വിനഡിൻ പറയുകയാണെങ്കിൽ ക്ലാസ് 1 ആന്റി അർത്തമിക് ഡ്രഗ് ആണ്. അത് ക്വിനൈന്റെ ആന്റി മലേറിയ ഡ്രഗിന്റെ ഒരു ഒപ്റ്റിക്കൽ ഐസോമർ ആണ്, ഓറലി ആക്റ്റീവ് ആണ്, എമർജൻസിയിൽ കൊടുക്കാറുണ്ട്, ഇൻട്രാമസ്കുലർലി പെയിൻഫുൾ ആണ്. IV ആയിട്ടാണ് എമർജൻസി കൊടുക്കാറ്, ഇൻട്രാമസ്കുലർലി പെയിൻഫുൾ ആണ്. 80% പ്ലാസ്മ ബൗണ്ടഡ് ആണ്, 4 to 6 hours ആണ് ഹാഫ് ലൈഫ്. ലിവറിൽ മെറ്റബലൈസ് ചെയ്യും, പിന്നെ അൺചേഞ്ച്ഡ് ആയിട്ട് കിഡ്നിയിൽ എക്സ്ക്രീറ്റ് ചെയ്യും. ആക്ഷൻ പറയുകയാണെങ്കിൽ കാർഡിയക് ടിഷ്യൂല് അതിന്റെ ഓട്ടോമാറ്റിസിറ്റി കുറയ്ക്കും, എക്സൈറ്റബിലിറ്റി കുറയ്ക്കും, കണ്ടക്ടിവിറ്റി കുറയ്ക്കും, റിഫ്രാക്ടറി പീരീഡ് അല്ലെ, അതായത് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ വന്നു കഴിഞ്ഞ് നെക്സ്റ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ വരാനുള്ള സമയം അത് പ്രൊലോങ് ചെയ്യും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? പതുക്കെ ആക്ഷൻ പൊട്ടൻഷ്യൽ വരത്തുള്ളൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അൺകൺട്രോൾഡ് ആയിട്ടുള്ള ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഫയറിങ് പ്രിവെന്റ് ചെയ്യാം. പിന്നെ റിഫ്ലക്സ് ടെക്കിക്കാർഡിയ ഉണ്ടാവും. അതർ ആക്ഷൻ ആന്റി മലേറിയൽ ആക്ഷൻ ഉണ്ട്, പൈററ്റിക് ആക്ഷൻ, ആന്റിപൈററ്റിക് ആക്ഷൻ ഉണ്ട്, പിന്നെ വാസോഡൈലേഷൻ ആക്ഷൻ വഴി BP കുറയ്ക്കുകയും ചെയ്യും. ADR എന്ന് പറയുന്നത് ഹാർട്ട് ബ്ലോക്കും, അതുപോലെ സൈനസ് അറസ്റ്റും, പിന്നെ മയോകാർഡിയൽ ഡിപ്രഷനും, പിന്നെ നമ്മുടെ ECG എടുക്കുകയാണെങ്കിൽ അതിൽ QT വേവ് ഉണ്ട്, അതിനെ പ്രൊലോങ് ചെയ്യിപ്പിക്കും. പിന്നെ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, നൗസിയ, വോമിറ്റിംഗ്, ഡയറിയ, റാഷസ്, എഡിമ ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. യൂസ് ചെയ്യുന്നത് നമ്മൾ ആട്രിയൽ ഫിബ്രിലേഷനും ഫ്ലട്ടറിനും, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഫ്ലട്ടർ കണ്ടീഷൻ, ഇതൊക്കെ അരിത്മിയ കണ്ടീഷൻ ആണ്. പരോക്സിസോമൽ സുപ്രാവെൻട്രിക്കുലർ ടക്കിക്കാർഡിയ, പ്രിമച്വർ സുപ്രാവെൻട്രിക്കുലർ ടക്കിക്കാർഡിയ, അതുപോലെ തന്നെ ആർട്ടറിയൽ നോഡൽ വെൻട്രിക്കുലർ, പ്രിമച്വർ ബീറ്റ് ഒക്കെ വരുമ്പോൾ ആ കേസിൽ എല്ലാ അരിത്മിക് കണ്ടീഷനിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആന്റി മലേറിയൽ ആയിട്ടും ആന്റിപൈററ്റിക് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്, ഡിജിറ്റാലിസ് തെറാപ്പിയിലും യൂസ് ചെയ്യാറുണ്ട്. സിൻകോണിസം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്, അതായത് കോൺസെൻട്രേഷൻ ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹെഡേക്ക് വരും, അതുപോലെ തന്നെ ബാലൻസിംഗിൽ പ്രോബ്ലം വരും, വിഷൻ ഭയങ്കര ബ്ലേർഡ് ആയിട്ട് കാണപ്പെടും, ടൈനറ്റസ് അതായത് ചെവിയിൽ ഇങ്ങനെ മൂളൽ പോലെ കേട്ടിട്ട് ബാലൻസിങ് ഒക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരും. കോൺട്രാൻഡിക്കേഷൻ എന്ന് പറയുന്നത് ക്വിനിൻ ഇൻടോളറൻസ് ഉള്ളവരിൽ കൊടുക്കാൻ പറ്റില്ല, ഡിജിറ്റാലിസ് ഇൻടോക്സിക്കേഷൻ ഉള്ള പേഷ്യൻസിൽ കോൺട്രാൻഡിക്കേറ്റഡ് ആണ്, ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻസിലും, ഹൈപ്പോടെൻഷൻ ഉള്ള പേഷ്യൻസിലും, അതുപോലെ തന്നെ ഹൈപ്പോകലീമിക് പേഷ്യൻസിലും, പൊട്ടാസ്യം കോൺസെൻട്രേഷൻ കൂടുന്ന പേഷ്യൻസ് ഹൈപ്പോകലീമിക് പേഷ്യൻസിലും എന്താണ് കോൺട്രാൻഡിക്കേറ്റഡ് ആണ്. ഇനി അടുത്ത പ്രൊപ്രാനോൾ ആണ്. പ്രൊപ്രാനോൾ നമുക്കറിയാം ബീറ്റ റിസെപ്റ്റേഴ്സ് ഇൻ ഹാർട്ടിനെ ബ്ലോക്ക് ചെയ്യാണ്. നമുക്ക് എന്താണ് നെഗറ്റീവ് ആയിട്ട് ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കുറയ്ക്കും, അതുപോലെ റേറ്റ് കുറയ്ക്കും, ആട്രോവെൻട്രിക്കുലർ കണ്ടക്ഷൻ കുറയ്ക്കും, ഓട്ടോമാറ്റിസിറ്റി കുറയ്ക്കും. അതിന് ആന്റി അർത്തമിക്, ആന്റി ഹൈപ്പർടെൻസിവ്, അതുപോലെ ആന്റി ആൻസൈനൽ എഫക്ട് ഉണ്ട്. പിന്നെ ലിഗ്നോക്കെയിൻ ആണ്, ലോക്കൽ അനസ്തെറ്റിക് ആണ്. അരിത്മിയ ക്വിനിഡിൻ കൊടുത്തിട്ട് മാറാത്ത കേസിൽ നമുക്ക് ലിഗ്നോക്കെയിൻ കൊടുക്കാം. പാരന്റൽ അഡ്മിനിസ്ട്രേഷനുണ്ട്, IVIM ഉണ്ട്. ലോക്കൽ അനസ്തെറ്റിക്കും ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ ആന്റി അരിത്മിക്കും ആയിട്ട് ഉപയോഗിക്കാം. ലിഗ്നോക്കെയിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് അത് മെംബ്രെയിൻ സ്റ്റെബിലൈസ് ചെയ്യും അല്ലെ, സോഡിയം ചാനൽസിനെ ആക്ടിവേറ്റ് ബ്ലോക്ക് ചെയ്യും, അതിന്റെ ആക്ടിവേഷനും ഇനാക്ടിവേഷനും ബ്ലോക്ക് ചെയ്തിട്ട് എസ് നോഡിനെ സപ്രസ് ചെയ്ത് എക്ടോപിക് അല്ലെ, അതായത് മെയിൻ സൈറ്റിൽ നിന്നല്ലാതെ വേറെ അതർ സൈറ്റ്സിൽ നിന്ന് ഉണ്ടാകുന്ന ആ ബീറ്റുകളൊക്കെ അവോയ്ഡ് ചെയ്യും. എന്നിട്ട് നമ്മുടെ റിഫ്രാക്ടറി പീരീഡ് ഷോർട്ടൺ ചെയ്യും, ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസി കുറയ്ക്കും, എന്നിട്ട് യൂണിഫോം ആയിട്ടുള്ള റിതം യൂണിഫോം ആക്കി മാറ്റും. ബ്രാഡികാർഡിയ, ഹൈപ്പർടെൻഷൻ, അതുപോലെ തന്നെ ഡിസ്നസ്, ബ്ലഡ് വിഷൻ, ഉറക്കം വരല്, കൺഫ്യൂഷൻ, കൺവൽഷൻ ഉണ്ടാവുന്നതൊക്കെയാണ് ADR എന്ന് പറയുന്നത്. അപ്പൊ വേറൊരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സും കൂടി ഇവിടെ പഠിക്കണം. നിങ്ങൾക്ക് ഡ്രഗ്സ് ആക്ടിങ് ആൻഡ് യൂറിനറി സിസ്റ്റത്തിൽ വരുന്നതാണ് ഡയൂററ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഡയൂററ്റിക്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ BP കുറയ്ക്കും, കാർഡിയക് ഔട്ട്പുട്ട് കുറയ്ക്കും, ഇവഞ്ച്വലി കാർഡിയക് ഔട്ട്പുട്ട് എന്താണ് നോർമൽ ആയിട്ട് വരും, പെരിഫറൽ റെസിസ്റ്റൻസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ലൂപ്പ് ഡയൂററ്റിക്, തൈസൈഡ് റിലേറ്റഡ് ഡയൂററ്റിക്സ്, പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലൂപ്പ് ഡയൂററ്റിക്കിൽ നമ്മൾ ലാസിസ് ആണ്, ഫിറോസിമൈഡ് ആണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് ഇമ്പോർട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും റീഅബ്സോർപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യും.
ഹാഫ് ലൈഫ് ഒക്കെ ചെറുതാണ്. ഇതല്ലാതെ ബ്യൂമിൻറ്റാമൈഡ്, ടോക്സിമൈഡ്, എക്ടക്വനിക് ആസിഡ് ഒക്കെ വരുന്നുണ്ട്. ലൂപ്പ് ഡയോററ്റിക്സ് എഡിമയിലും പൾമിനറി എഡിമ കേസിൽ കാൽഷ്യം കൂടുമ്പോൾ ഹൈപ്പർ കാൽഷ്യമി, അതുപോലെ ഹൈപ്പർ ടെൻഷൻ കേസിൽ യൂസ് ചെയ്യാറുണ്ട്. ലൂപ്പ് ഡയോററ്റിക്സിൽ ADR എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ ഭയങ്കര കുറഞ്ഞിട്ട് മെറ്റബോളിക് ആൽക്കലോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവും. സോഡിയത്തിന്റെ കോൺസെൻട്രേഷനും കാൽഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ, പൊട്ടാസ്യത്തിന്റെയും കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഒക്കെ കോൺസെൻട്രേഷൻ കുറയും. യൂറിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ കൂടും. കാൽസ്യൂറിയ, അതുകൊണ്ട് തന്നെ കാൽസ്യൂറിയ എന്ന് പറയുന്ന ADR ഉണ്ടാക്കും. പിന്നെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. അലർജിക് റിയാക്ഷനും ഈ എത്രക്ടമിക് ആസിഡ് എടുക്കുകയാണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് ഓട്ടോടോക്സിസിറ്റി ഉണ്ട്. ചെവി കേൾക്കാൻ ബുദ്ധിമുട്ട്, ഓട്ടോടോക്സിസിറ്റി ഉണ്ട്. തൈസൈഡ് ഡയോററ്റിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹൈഡ്രോക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡ് ഇമ്പോർട്ടറിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഇൻഡാപാമൈഡ് എടുക്കുകയാണെങ്കിൽ അതൊരു സ്ട്രോങ്ങസ്റ്റ് വാസോ ഡയലേറ്റർ ആണ്. അത് കൂടാതെ ക്ലോർപാലിഡോണും അതുപോലെ മെറ്റലസോൺ ഒക്കെ ഉണ്ട്. ക്ലിനിക്കലി ഹൈപ്പർ ടെൻഷൻ, എഡിമ, അതുപോലെ തന്നെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് കണ്ടീഷൻ ഉണ്ടാവുമല്ലോ, വാസോപ്രസൻ കൂടിയിട്ട് അനഫ്രോട്ടിക് കണ്ടീഷൻ, അതുപോലെ കാൽഷ്യത്തിന്റെ കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവുന്ന കേസിൽ നെഫ്രോലൈറ്റിസിലൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ADR എന്ന് പറയുന്നത് എന്താണ്? സോഡിയം കോൺസെൻട്രേഷൻ കുറയും, ക്ലോറൈഡ്, പൊട്ടാസ്യം കോൺസെൻട്രേഷൻ, കാൽഷ്യം കോൺസെൻട്രേഷൻ, മഗ്നീഷ്യം കോൺസെൻട്രേഷൻ കുറയും, യൂറിക് ആസിഡിന്റെ കോൺസെൻട്രേഷനും ഷുഗറിന്റെയും ലിപ്പിഡ്സിന്റെയും കോൺസെൻട്രേഷൻ കൂടും, അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവും, അതുപോലെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. പിന്നെ തൈസൈഡ് ഡയോററ്റിക്സിൽ ശ്രദ്ധിക്കേണ്ടത് ലിബിയോ ഡിജോക്സിനുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് കൊടുക്കുന്ന പേഷ്യൻസിൽ ശ്രദ്ധിച്ചു വേണം കൊടുക്കാൻ. പൊട്ടാസ്യം സ്പാരിംഗ് ഡയോററ്റിക്സിൽ വരുന്നതാണ് നമ്മുടെ സ്പാരനോലാക്ടോൺ. ആൽഡോസ്റ്റിറോൺ ആന്റഗോണിസ്റ്റ് ആണ്. സ്റ്റിറോയിഡിന്റെ സിന്തസിസ് ചെയ്യുന്നതിന് ഇൻഹിബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആൻഡ്രോജൻ റിസപ്റ്റേഴ്സിൽ പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യും. അമിലോറൈഡും ട്രയാംട്രനും അടുത്ത ഏജൻസ് ഇതെല്ലാം സോഡിയം ചാനൽസിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പൊട്ടാസ്യം സ്പാരിംഗ് ഡയോററ്റിക്സിന്റെ നമ്മൾ ക്ലിനിക്കൽ ഇൻഡിക്കേഷൻ പറയുകയാണെങ്കിൽ എഡിമ, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ ഹൈപ്പർ ആൽഡോസ്റ്റിറോയിഡിസം കണ്ടീഷൻ, അതുപോലെ ഹെർസുട്ടിസം, രോമം വളർച്ച ഭയങ്കരമായിട്ടുണ്ടാവും. ADRൽ പൊട്ടാസ്യം കോൺസെൻട്രേഷൻ നന്നായിട്ട് കൂടും. മെറ്റബോളിക് ആസിഡോസിസ് ഉണ്ടാവും സ്പാരനോലാക്ടോണിന്റെ കേസിൽ. പിന്നെ ഗൈനക്കോമാസ്റ്റിയ, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഡയറിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഗ്യാസ്ട്രൈറ്റിസും ബ്ലീഡിങ്ങും പെപ്റ്റിക് അൾസർ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു ക്ഷീണവും അതുപോലെ കൺഫ്യൂഷൻ, ഹെഡേക്ക്, ലതാർജി ഒക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്താണ് ചെയ്യുന്നത്? കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് നമ്മൾ പറഞ്ഞു കാൽഷ്യത്തിന്റെ ഇൻഫ്ലക്സ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്നിട്ട് അതിന്റെ ആക്ഷൻ പറയുകയാണെങ്കിൽ വാസ്കുലർ സ്മൂത്ത് മസിൽസിൽ നിഫിഡിപ്പിനാണ് കൂടുതൽ ആക്ഷൻ, അതിനുശേഷം ഡെൽറ്റിയാസം, പിന്നെ വെറാപ്പാമിൽ. കാർഡിയക് മസിൽസിലാണെങ്കിൽ വെറാപ്പാമിലിനാണ് കൂടുതൽ ആക്ഷൻ, പിന്നെ ഡിൽറ്റിയാസം, ഏറ്റവും കുറവ് ആക്ഷൻ നിഫിഡിപ്പിനാണ്. കാൽഷ്യം ഇൻഫ്ലക്സ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പെരിഫറൽ റെസിസ്റ്റൻസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. റിഫ്ലെക്സ് അല്ല, നിഫിഡിപ്പിൻ എന്താണ്? സിമ്പത്തറ്റിക് ടോൺ എൻഹാൻസ് ചെയ്യും. നെഗറ്റീവ് ഇനോട്രോപിക് എഫക്റ്റ് ഒക്കെയാണ് വരുന്നത്. ഹൈപ്പർ ടെൻഷൻ, ആൻജൈനയുടെ കേസിൽ യൂസ് ചെയ്യാം. ഹെഡ് ഏക്ക്, ഡിസ്നസ്, പെരിഫറൽ എഡിമ, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ബ്ലഡ് ഫ്ലോ, ഹൈപ്പർ ടെൻഷൻ ഒക്കെയാണ് ADR ആയിട്ട് വരുന്നത്. ഡെൽറ്റിയാസം എടുക്കുകയാണെങ്കിൽ കാർഡിയക് L ടൈപ്പ് കാൽസ്യം ചാനൽസിനെ ബ്ലോക്ക് ചെയ്തിട്ട് SA നോഡിന്റെ ഓട്ടോമാറ്റിസിറ്റിയും അതുപോലെ തന്നെ നോഡിലൂടെയുള്ള കണ്ടക്ഷനും ഒക്കെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. വാസോഡൈലേറ്ററി എഫക്ട് മൈൽഡ് ആണ്. അതുപോലെ റാഷും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉണ്ടാവാം. നമുക്ക് ഹൈപ്പർ ടെൻഷനും ആൻജൈനയ്ക്കും അതുപോലെ അർത്തമിക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. വെറാപ്പാമിൽ ഡെൽറ്റിയാസം പോലെ തന്നെയാണ് മൈൽഡ് ആയിട്ടുള്ള വാസോഡൈലേറ്ററി എഫക്ട് ആർട്ടീരിയോൾസിൽ കാണിക്കും. നമ്മൾ പറഞ്ഞ പോലെ സുപ്രാവെൻട്രിക്കുലർ അർത്തിമിയ, അതുപോലെ തന്നെ ഹൈപ്പർട്രോപിക് ഹാർട്ടിയോപ്പതി, കാർഡിയോപ്പതി, ഹൈപ്പർ ടെൻഷൻ, ആൻജൈനയിലൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. റാഷും ബാഡിക്കാഡിയയും ഹാർട്ട് ഫെയിലിയറും ഹൈപ്പർ ടെൻഷനും എഡിമയും കോൺസ്റ്റിപ്പേഷനും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ഒരു ഡിസോർഡർ എന്ന് പറയുന്നത് സീരിയസ് റിലേറ്റഡ് ഡിസോർഡർ ആണ്, ഹൈപ്പർ ലിപ്പിഡിമിയ എന്ന് പറയുന്നത് അല്ലെ. ബ്രോഡ് ടേമിൽ നമുക്കറിയാം ഹൈപ്പോ ലിപ്പോപ്രോട്ടീനീമിയ എന്ന് പറയും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ലിപ്പിഡ് മെറ്റബോളിസത്തിൽ അബ്നോർമാലിറ്റി വരികയാണ് ചെയ്യുന്നത്. പ്ലാസ്മ ലിപ്പിഡ്സിന്റെ കോൺസെൻട്രേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നു അല്ലെ. ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ് മെയിൻലി. ഒബീസിറ്റി വരുമ്പോൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ, അതുപോലെ സ്മോക്കിംഗ് ഉണ്ട്, ഡയബറ്റീസ് ഉണ്ട്, ജോണ്ടിസ് ഉള്ളവരിൽ, അങ്ങനെ തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ളവരിലൊക്കെയാണ് ഹൈപ്പർ ലിപ്പിഡമിക് കണ്ടീഷൻ സാധാരണ രീതിയിൽ കാണുന്നത്. ഈ ആന്റി ഹൈപ്പർ ലിപ്പിഡമിക് ഇൻഡെക്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മെക്കാനിസം ഓഫ് ആക്ഷൻ വൈസ് ആണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്.
ക്ലാസിഫിക്കേഷൻ ഇതാണ്. ഒന്ന് HMG coenzyme reductase inhibitors. HMG coenzyme എന്ന് പറയുന്ന എൻസൈം കൊളസ്ട്രോളിന്റെ സിന്തസിസിന് ആവശ്യമാണ്. HMG coenzyme reductase എന്ന് പറയുന്ന എൻസൈം. അപ്പൊ അതിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊളസ്ട്രോളിന്റെ സിന്തസിസ് കുറയ്ക്കാം. ആ ഗ്രൂപ്പിൽ വരുന്നതാണ് ലോവാസ്റ്റാറ്റിൻ, സിമാസ്റ്റാറ്റിൻ, മെറ്റാസ്റ്റാറ്റിൻ, പ്രാവാസ്റ്റാറ്റിൻ, ഫ്ലൂവാസ്റ്റാറ്റിൻ, അറ്റോർവാസ്റ്റാറ്റിൻ, പിറ്റാവാസ്റ്റാറ്റിൻ, റോസുവാസ്റ്റാറ്റിൻ. അടുത്ത ഗ്രൂപ്പാണ് ഫൈബ്രിക് ആസിഡ് ഡെറിവേറ്റീവ്സ്. അതിൽ വരുന്നതാണ് ക്ലോഫൈബ്രേറ്റ്, ഫീനോഫൈബ്രേറ്റ്, ജെൻഫൈബ്രോസിൽ, സിപ്രോഫൈബ്രേറ്റ്, ബെൻസഫൈബ്രേറ്റ്, ഫ്ലൂവെസെറ്റിൻ. പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ബൈലാസിഡ് സെക്വിസ്ട്രേറ്റ്. അതിൽ കോളിസ്റ്റാരാമിനും കോളിസ്റ്റിപ്പോളും. പിന്നെ ഉണ്ട് LDL ഓക്സിഡേഷൻ ഇൻഹിബിറ്റർ. അതിൽ വരുന്നത് പ്രൊബുക്കോള്. പ്യൂരിൻ ഡെറിവേറ്റീവ്സിൽ നിക്കോട്ടിനിക് ആസിഡും നിക്കോട്ടാമൈഡും. കൊളസ്ട്രോൾ അബ്സോർപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നവരുടെ എക്സാമ്പിൾ ആണ് എസിറ്റിമാബ്. പിന്നെ മിസലേനിയസ് ആയിട്ട് ഏജൻസ് ഉണ്ട്. അതിൽ വരുന്നതാണ് ബീറ്റാ സീറ്റോസ്റ്റിറോളും നമ്മുടെ ഡെക്സ്ട്രോ തൈറോക്സിൻ എന്ന് പറയുന്നത്. HMG coenzyme reductaseന്റെ മെക്കാനിസം ഞാൻ പറഞ്ഞു. HMG coenzyme മെലനേറ്റ് ആയിട്ട് മാറും. അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഏജൻസ് ആണ്. ഓക്കെ, റിയാക്ഷൻ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ആണ് കൊളസ്ട്രോൾ സിന്തസിസിനെ. അപ്പൊ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഏജൻസ് ആണ്. അത് തന്നെയാണ് ഇവിടെ ജസ്റ്റ് കാണിച്ചിരിക്കുന്നത്. കൊളസ്ട്രോൾ ഉണ്ടാവുന്ന കാണിച്ചിരിക്കുന്നത്. പ്രൊവോസ്റ്റാറ്റിന്റെ സ്ട്രക്ചറും ഒന്ന് കാണിച്ചിട്ടുണ്ട്. ലോവസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് അസ്പെർഗില്ലസ് ടെറസിൻ ആണ് നമ്മൾ സിന്തസൈസ് ചെയ്തിരിക്കുന്നത്. രണ്ട് ക്ലാസ് ഓഫ് സ്റ്റാറ്റിൻസ് ഉണ്ട്. നാച്ചുറൽ സ്റ്റാറ്റിൻസിൽ വരുന്നതാണ് നോവാസ്റ്റാറ്റിൻ, പ്രാവാസ്റ്റാറ്റിൻ, സിമോസ്റ്റാറ്റിൻ. സിന്തറ്റിക്കലാണ് നമ്മുടെ അറ്റോർവാസ്റ്റാറ്റിനും ഫ്ലൂവാസ്റ്റാറ്റിൻസും വരുന്നത്. കോമ്പറ്റീറ്റീവ്ലി ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് HMG coenzyme. ബൾക്കി ആൻഡ് സ്റ്റക്ക് ആക്റ്റീവ് സൈറ്റിൽ സ്റ്റക്ക് ആയിട്ടിരിക്കും. എന്നിട്ട് കോമ്പറ്റീറ്റീവ്ലി ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോവാസ്റ്റാറ്റിൻ എടുക്കുകയാണെങ്കിൽ അത് ADR എന്ന് പറയുന്നത് ക്രയാറ്റിൻ ലെവൽ കൂട്ടും, ഫ്ലാറ്റനൻസും നൗസിയും ഒക്കെ ഉണ്ടാക്കും. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ആന്റി ലിപ്പോപ്രോട്ടീനിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാം. സിൻവാസ്റ്റാറ്റിന് ഹെഡേക്കും അതുപോലെ ഫ്ലാറ്റനൻസ്, ഹാർട്ട് ബേൺ ഒക്കെ ഉണ്ടാക്കും. ആന്റി ഹൈപ്പർലിപ്പിഡമിക് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ലിപ്പോപ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ലിപ്പോപ്രോട്ടീൻസ് ഉണ്ട്. LDL, HDL, VDL എന്ന് പറഞ്ഞ ലിപ്പോപ്രോട്ടീൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. പ്രൊവാസ്റ്റാറ്റിൻ എന്താണ്? GI ഡിസ്റ്റർബൻസും ചെസ്റ്റ് പെയിനും ഒക്കെയാണ്. അതും ആന്റി ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിക് ഏജൻസ് ആണ്. അറ്റോർവാസ്റ്റാറ്റിൻ പറയുകയാണെങ്കിൽ പ്രൈമറി ഹൈപ്പർലിപ്പിഡിമിയ അതുപോലെ സെക്കൻഡറി കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥയിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. LDLന്റെ ഹൈ റീജിയനിൽ ടോട്ടൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും എല്ലാം ഹൈ ആവുന്ന കേസിൽ റോസുവാസ്റ്റാറ്റിൻ ഉപയോഗിക്കാറുണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട് ADR ആയിട്ട്. അതുപോലെ ഹെഡേക്കും വോമിറ്റിംഗും. ഫൈബ്രിക് ആസിഡ് ഡെറിവേറ്റീവ്സ് പറയുകയാണെങ്കിൽ ജെൻഫൈബ്രോസിൽ, ക്ലോഫൈബ്രേറ്റ്, ഫീനോഫൈബ്രേറ്റ് ഒക്കെയാണ്. ഫൈബ്രേറ്റ്സ് എന്ന് പറയുന്നത് ആന്റി ഹൈപ്പർഡെബ്ലിക് ഏജൻസ് ആണ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യും. ഹൈപ്പർലിപ്പിഡിമിക്കും അതുപോലെ തന്നെ കൊളസ്ട്രോളേമിയ കണ്ടീഷനിൽ യൂസ് ചെയ്യും. സ്ട്രക്ചർ വൈസ് പറയുകയാണെങ്കിൽ 2-ഫിനോക്സി, 2-മീഥൈൽ പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ്. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബീറ്റ ഓക്സിഡേഷൻ, ഫാറ്റി ആസിഡ്സിന്റെ മൈറ്റോകോൺഡ്രിയയിലുള്ള ബീറ്റ ഓക്സിഡേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. എന്നിട്ട് പ്ലാസ്മയിലെ ഫാറ്റി ആസിഡ്സിനെയും ട്രയോസിൽഗ്ലിസറോളിന്റെ കോൺസെൻട്രേഷനെയും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്ലാസ്മ ട്രൈഗ്ലിസറൈഡ്സിന്റെ ലെവൽ കുറയും. മോർ ദാൻ കൊളസ്ട്രോൾ ലെവൽ അല്ലെങ്കിൽ മോർ ദാൻ കറക്റ്റ് ലെവൽ കുറയുകയാണ് ചെയ്യുന്നത്. ഇത് സിസ്റ്റോസിൻ ലെവൽ കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ ബ്ലഡ് ട്രൈഗ്ലിസറൈഡ് ലെവൽ റെഡ്യൂസ് ചെയ്യും. VLDLന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ട്രൈഗ്ലിസറൈഡ്സിന്റെ റിമൂവൽ, ബ്ലഡിൽ നിന്നുള്ള റിമൂവൽ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. PPAR ഗാമയായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. മോഡസ്റ്റ്ലി എന്താണ് HDL കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവും കൂടെ ഉണ്ട്. ലോവറിങ് LDL കൊളസ്ട്രോൾ ഒത്തിരി അങ്ങോട്ട് ലോവർ ചെയ്യത്തില്ല, പക്ഷെ VLDLന്റെ കോൺസെൻട്രേഷൻ ലോവർ ചെയ്യാനുണ്ട്. HDL കൊളസ്ട്രോൾ കൂട്ടാറുണ്ട്. HDL എപ്പോഴും ഗുഡ് കൊളസ്ട്രോൾ ആണ്. LDL ആണ് നമ്മൾ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കോഫിബ്രിലേറ്റ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ADR, പോളിസിസ്റ്റിസം, ഗാൾ സ്റ്റോണും അതുപോലെ സ്നഫീലിയ, ന്യൂമോണിയ പോലുള്ളത് ഉണ്ടാവാം. ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിയമ ഒരുപാട് ടൈപ്സ് ഉണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. അതിൽ ടൈപ്പ് 3 ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിയമയ്ക്ക് നമുക്ക് കോഫിബ്രിലേറ്റ് ഉപയോഗിക്കാം. ഹൈപ്പർ ലിപ്പിഡിമിക് ആണെങ്കിൽ നമുക്ക് ജെൻഫൈബ്രോസിൽ യൂസ് ചെയ്യാം. ജെൻഫൈബ്രോസിന്റെ ADR ഒന്ന് ഓർത്തിരിക്കുക. മയോസൈറ്റിസ് സിൻഡ്രം എന്ന് പറയുന്നതും കോളിറ്റിയാസിസ് കണ്ടീഷൻ, അതായത് കിഡ്നി സ്റ്റോൺസ് വരുന്ന കണ്ടീഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഫീനോഫൈബ്രേറ്റ് ആണെങ്കിൽ ഹെഡേക്കും ഡിസ്നസും ഫെറ്റീഗും ഒരു മരവിപ്പും എന്താ പറയാ ഒരു ക്ഷീണമൊക്കെ ഉള്ള ഒരു കണ്ടീഷൻ വരാറുണ്ട്. മോർ പൊട്ടന്റ് ആയിട്ടുള്ള ഹൈപ്പർ കൊളസ്ട്രോളേമിയ ആണ്. ട്രൈഗ്ലിസറൈഡ് ലോവറിംഗ് ചെയ്യുന്ന ഏജന്റുമാണ്. ബൈലാസിഡ് സെക്വിസ്ട്രൻസിലാണ് കോളിസ്റ്റൈറാമിൻ വരുന്നത്, കോളിസ്റ്റിപ്പോൾ ഹൈഡ്രോക്ലോറിനും കോളിസ്റ്റിലാലോം വരുന്നത്. ബൈലാസിഡ് ബൈൻഡിങ് റെസീൻസ് എന്നോ അല്ലെങ്കിൽ അയൺ എക്സ്ചേഞ്ച് റെസീൻസ് എന്നോ നമ്മൾ വിളിക്കാറുണ്ട്.
കോളിസ്റ്റൈറാമീൻ എന്ന് പറയുന്നത് നോൺ അബ്സോർബ്ഡ് ബൈൽ ആസിഡ് സെക്വിസ്ട്രന്റ് ആണ്. തെറാപ്പി നമ്മൾ ഹൈപ്പർ ലിപ്പിഡിമിയക്ക് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ക്രോണിക് ലിവർ ഡിസീസിനും ബൈലറി ഒബ്സ്ട്രക്ഷനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പോസിറ്റീവ് ചാർജ്ഡ് എക്സ്ചേഞ്ച് അയോൺ ആണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ബൈൽ ആസിഡ്സുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അതിനെ സെക്വിസ്ട്രേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇൻസുലൂബിൾ കോമ്പൗണ്ട്സ് ആക്കി മാറ്റിയിട്ട് അതിനെ നമ്മുടെ ഫീസസ് ഉണ്ടല്ലോ, ഫീസസിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യിപ്പിച്ച് കളയും. എക്സലന്റ് സേഫ്റ്റി റെക്കോർഡ് ആണുള്ളത്. ലാർജ് മോളിക്കുലർ വെയിറ്റ് ആണ്, കുറച്ചും കൂടി നല്ല ക്ലിയറൻസ് ഒക്കെ ഉണ്ടാവും. റെസീൻ എന്താണ് ബൈലാസിഡ്സിൽ ബൈൻഡ് ചെയ്തിട്ട് കോംപ്ലക്സ് ഉണ്ടാകും. എൻഡ്രോ ഹെപ്പാറ്റിക് സൈക്ലിംഗ് ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ LDL C ഇൻ ദ സെറം അല്ലെ, കൊളസ്ട്രോൾ ലെവൽസ് അതിനൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. HDL അങ്ങനെ ഒരുപാട് വലിയ എഫക്റ്റ് ഇല്ല. പിന്നെ വേറെ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചോയ്സ് ആണ്. പോളിസിവാലം ഒരു തേർഡ് ജനറേഷൻ ഡ്രഗ് ആണ്. ക്ലോറൈഡ് അയോൺസ് ഇല്ല അതിനകത്ത്. സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഒരു ആനയോൺ എക്സ്ചേഞ്ച് ഡ്രഗ് ആണ്. ഹൈഡ്രോക്സിലേറ്റഡ് ഫോം ഓഫ് ബൈൽ ആസിഡിനെ സെലക്റ്റീവ് ബൈൻഡ് ചെയ്തിട്ട് സൈഡ് എഫക്റ്റ് ഒക്കെ കുറവാണ്, പക്ഷെ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യും. കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, പക്ഷെ ലോ റേറ്റ് ആണ്. ഹാർട്ട് ബേൺ നൗസിയ ഒക്കെ ഉണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ADR അങ്ങ് പോയിക്കോളും. ടൈപ്പ് 2A ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിമയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോളിസ്റ്റൈറാമീൻ നമ്മൾ ബൈലറി ഒബ്സ്ട്രക്ഷൻ വരും, നമ്മുടെ ലിവറിൽ എസിറ്റമൈഡ് എന്ന് പറയുന്നത് പ്ലാസ്മ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്ന ഡ്രഗ് ആണ്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊളസ്ട്രോളിന്റെ അബ്സോർപ്ഷൻ ഇൻഡസ്ട്രീനിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്ലാസ്മ കൊളസ്ട്രോളിന്റെ ലെവൽ കുറയ്ക്കൽ, അബ്സോർപ്ഷൻ ഇൻഡസ്ട്രീൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കൊളസ്ട്രോൾ ഡെലിവറി ലിവറിലേക്കുള്ളത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ബ്ലഡിൽ നിന്ന് കുറെ കൊളസ്ട്രോളിനെ ക്ലിയർ ചെയ്ത് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹൈലി സെലക്റ്റീവ് ആണ് ആക്ഷനിൽ. ട്രൈഗ്ലിസറൈഡും ലിക്വിഡ് സൊല്യൂബിൾ വൈറ്റമിൻസ് അബ്സോർപ്ഷൻ ഒന്നും ആയിട്ട് ഇന്റർഫെയർ ചെയ്യില്ല. പിന്നെ LDLന്റെ എമൗണ്ട് ആണ് കുറയ്ക്കുന്നത് അല്ലെ, അന്നത്തെ ബൈലാസിഡ് സെക്വിസ്ട്രൻസ് കുറയ്ക്കുന്നത് പോലെ തന്നെ LDL ലെവൽ കുറയ്ക്കാറുണ്ട്. മോണോതെറാപ്പിയോ കോമ്പിനേഷനോ ആയിട്ട് നമുക്ക് കൊടുക്കാറുണ്ട് ടോട്ടൽ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട്. നിക്കോട്ടിനിക് ആസിഡ് നിയാസിൻ ആണ് അടുത്തത്. ഒരു വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻ ഓഫ് B ഫാമിലി ആണ്. അമൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അത് NADയിൽ ഇൻകോപ്പറേറ്റഡ് ആകും. അത് 1.5 to 3.5 ഗ്രാം ഡെയിലി കൊടുക്കുന്നതും അതുപോലെ സസ്റ്റൈൻലെസ് ഡോസേജ് ഫോമും അവൈലബിൾ ആണ്. നിയാസിൻ നമുക്കറിയാം നിക്കോട്ടിനമൈഡ് വൈറ്റമിൻ B3, ലിപ്പിഡ് ലോവറിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഹയർ ഡോസസ് വേണം, ഇൻഎക്സ്പെൻസീവ് ആണ്, കുറച്ചും കൂടി എഫക്റ്റീവ് ആണ്. നമുക്ക് ഈ ലിപ്പിഡ് ലോവറിംഗ് ഡ്രഗ്സിന്റെ കൂടെ നമുക്ക് നിയാസിൻ കൊടുക്കാം. മെക്കാനിസം എന്താണ്, ലിപ്പിഡ്സിന്റെ ആക്ടിവിറ്റി കൂട്ടിയിട്ട് ലിപ്പിഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ട് കൊളസ്ട്രോളിന്റെയും ട്രൈഗ്ലിസറൈഡ്സിന്റെയും ഒക്കെ മെറ്റബോളിസം റിഡ്യൂസ് ചെയ്യും. ബ്ലഡിലുള്ള ലെവൽ ഭയങ്കരമായിട്ട് കുറയ്ക്കും. ട്രൈഗ്ലിസറൈഡും ടോട്ടൽ കൊളസ്ട്രോളും LDL ഒക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. HDLന്റെ ലെവൽ കൂട്ടും. അതുപോലെ ടൈപ്പ് 2A 2B 3 4 5 ഹൈപ്പർ ലിപ്പിഡിമിക് കണ്ടീഷൻസിനൊക്കെ നമുക്ക് നിക്കോട്ടിനിക് ആസിഡ് യൂസ് ചെയ്യാം. ഹിസ്റ്റമിൻ റിലീസ് കാരണം ഫ്ലഷിങ്, ചൊറിച്ചില്, പ്രൂവൈറ്റിസ്, GI ഡിസ്ട്രെസ്, അതുപോലെ തന്നെ ലിവർ ഡിസ്ഫങ്ഷൻ ആവുക, സീരിയസ് ലിവർ ഡാമേജ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ADR എന്ന് പറയുന്നത്. പ്രൊബുക്കോള് പറയുകയാണെങ്കിൽ 2 ടെർഷറി ബ്യൂട്ടൈൽ ഫീനൈൽ ഗ്രൂപ്പ്സ് ഉള്ള ഒരു തയോപ്രോപ്പിലിൻ ബ്രിഡ്ജ് ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഹൈ ലിപ്പോഫിലിക് ക്യാരക്ടറും സ്ട്രോങ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയും ഉണ്ട്. ഹ്യൂമൻസിൽ എന്താണ്, ലിവറിൽ അല്ലെ, ബോത്ത് ലിവറിലെയും സെറത്തിലെയും കൊളസ്ട്രോൾ കുറയ്ക്കും, LDL കുറയ്ക്കും, HDL റെഡ്യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ മെക്കാനിസം എന്താണെന്ന് അറിയത്തില്ല. ഈ HDL കുറയ്ക്കുന്നത് കൊണ്ട് എന്താണ്, അപ്പോപ്രോട്ടീന്റെ ലെവലൊക്കെ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോ നമ്മൾ LDL കുറയ്ക്കുന്ന പ്രോപ്പർട്ടിയാണ് ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിലേക്ക് യൂസ് ചെയ്യുന്നത്. കാരണം ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിയയുടെ കേസിൽ LDL ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും. ADR എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള ADR ആണ്. നമ്മൾ ആന്റി ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിക് ഏജന്റ് ആയിട്ടാണ് ഉപയോഗിക്കാറ്. മിസലേനിയസിലെ ബീറ്റാ സീറ്റോസ്റ്റിറോൾ ആണ്, ഒരു പ്ലാൻസ്റ്റിറോൾ ആണ്. കൊളസ്ട്രോളിന് സിമിലർ ആയിട്ട് സ്ട്രക്ചർ ഉള്ള ഒരു ഏജന്റ് ആണ്. ഈതേൽ ഗ്രൂപ്പ് അല്ലെ, എക്സെപ്റ്റ് ആ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഈതേൽ ഗ്രൂപ്പ് C24 പൊസിഷനിലുണ്ട്, സൈഡ് ചെയിനിലുണ്ടെന്നേ ഉള്ളൂ. മെക്കാനിസം എന്ന് പറയുന്നത് ക്ലിയർലി അണ്ടർസ്റ്റുഡ് അല്ല, പക്ഷെ ഡയറ്ററി കൊളസ്ട്രോളിന്റെ അബ്സോർപ്ഷൻ GI ട്രാക്റ്റിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സീറ്റോസ്റ്റിറോൾസ് നമ്മൾ പൂർലി മ്യൂക്കസൽ ലൈനിൽ നിന്ന് പൂർലി അബ്സോർബ്ഡ് ആണ്. കൊളസ്ട്രോളുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് അതിനെ അബ്സോർപ്ഷൻ സൈറ്റിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഡയറിയയും കോൺസ്റ്റിപ്പേഷനും GI പ്രോബ്ലംസും ഒക്കെയാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. ആന്റി കൊളസ്ട്രീമിക് ഏജന്റ് ആണ്, നമുക്ക് പ്രോസ്റ്റേറ്റിക് എഡിമയുടെ കേസിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പൊ ഇത്രയുമാണ് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ്. ജസ്റ്റ് ഹൈപ്പർ ടെൻഷൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ്, അതുപോലെ ആന്റി ആർക്കിമിയ, ആന്റി ആൻജൈന കണ്ടീഷൻ, ഡയൂററ്റിക്സ് ഓർത്തിരിക്കുക, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഓർത്തിരിക്കുക, പിന്നെ CHF കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്. താങ്ക് യു.